അതിലേക്ക് വരാം. അയോധ്യയിൽ ദലിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തുവെന്നും ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായതായും കുടുംബം ആരോപിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, എന്താണ് ഈ കേസിന്റെ വിശദാംശം എന്താണ്? ഒപ്പം ഇപ്പോൾ പിടിയിലായ പ്രതികൾ ആരൊക്കെയാണ്? നിഷാദ്, ഉത്തർപ്രദേശിലെ അയോധ്യയിലെ മിൽക്കിപൂരിലാണ് ഈ ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് 3 ആളുകളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നഗ്നമായിട്ടുള്ള മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാത്രി വീട്ടിൽ നിന്ന് കാണാതായ 22-കാരിയായ ഈ ദളിത് പെൺകുട്ടിയെ പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ് കുടുംബം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിലധികം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. രക്തം പുരണ്ട വസ്ത്രങ്ങളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. യുവതിയെ കാണാതായെന്ന് പരാതിപ്പെട്ടിട്ടും പോലീസ് അനങ്ങിയില്ല എന്ന് കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 3 ആളുകളെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ പുറത്തു വരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ദലിത് പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അങ്ങേയറ്റം ക്രൂരമായും ചിത്രവധം നടത്തിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതിന്റെ സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്നാണ് ഇന്ന്